ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു കുക്കിംഗ് ചാനലല്ല, ഞാനൊരു കുക്കല്ല. ഞാൻ പറയുന്ന റെസിപ്പീസ് ഒന്നും ബിഗിനർ ഫ്രണ്ട്ലി ആയിരിക്കണം എന്നുമില്ല. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്കിഷ്ടമായതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നതാണ്. പിന്നെ മോസ്റ്റായിട്ട് ഞാൻ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യൻ ഇൻസ്പയർഡ് ആയിട്ടുള്ള കുറച്ച് റെസിപ്പീസാണ്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു മഷ്റൂം കറി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി മസ്റ്റർഡ് ഓയിലാണ് തുടക്കം. കാരണം ഞാൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കാണിക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ കൂടെ തന്നെ സവാള ആഡ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ഈ ഒരു പോയിന്റിൽ കുറച്ച് എരി വേണമെന്നുള്ളവരാണെങ്കിൽ 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ടൊമാറ്റോയും ഇട്ട് കൊടുക്കും. എൻ്റെ ഫുൾ കള്ളപ്പണിയാണ്. ഞാൻ പെട്ടെന്ന് കറി വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കുറേ സൂത്രപ്പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കണമെന്നേ ഉള്ളൂ. കാരണം നമ്മളിത് കഴിഞ്ഞിട്ട് ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്നാലേ നമുക്ക് ആ ഒരു റിച്ച് ആയിട്ടുള്ളൊരു ഇത് കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ല, ഞാൻ മട്ടർ പനീറിൽ നിന്ന് ഇൻസ്പയർ ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ ആ ഫ്രൈ ചെയ്ത് കുറച്ച് നേരം എന്നിട്ട് ഒന്ന് തണുക്കാൻ വയ്ക്കുക. എന്നിട്ട് ഈ ബ്ലെൻഡറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇത് സത്യം പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആയിട്ടൊരു സാധനമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന മഷ്റൂം. ഇത് കട്ട് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. പിന്നെ നമ്മൾ വീണ്ടും ഒന്നേന്ന് കടായിയിലേക്ക് മസ്റ്റർഡ് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, പെരുംജീരകം ഇതൊക്കെ ഇട്ട് കൊടുക്കണം ആദ്യം. എന്നിട്ട് മെയിനായിട്ട് വേറൊരു സാധനം കൂടെ ആഡ് ചെയ്യണം. അതായത് നമ്മുടെ ജീരകം കുറച്ച് കൂടുതൽ ആഡ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരാനായിട്ട് അത്ര ലേറ്റ് ആവണ്ട. അതിന് മുമ്പ് തന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് വീണ്ടും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഈ ടൊമാറ്റോ ഇങ്ങനെ വഴറ്റാതെ പച്ചയ്ക്ക് ബ്ലെൻഡ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ചേർക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അതും ഒരു ഓപ്ഷനാണ്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം കൂടെ അത് കുക്ക് ചെയ്യുക, ആ ഒരു കുറുകി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ മഷ്റൂമും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. മഷ്റൂം ശരിക്കും അത് കുക്കായി വരാൻ വലിയ സമയമൊന്നും വേണ്ട. അപ്പോൾ മഷ്റൂം ഇട്ട് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം അത് ബോയിൽ ചെയ്യാൻ വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് കസൂരി മേത്തി ഇട്ട് കൊടുക്കുക. കസൂരി മേത്തിയൊക്കെ ഇടുമ്പോൾ നമുക്ക് ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ വരും. അതിഷ്ടമില്ലാത്തവർ ഇങ്ങനെയൊന്നും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ അത്യാവശ്യം പണിപ്പെടുവാണ് അത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് ഓപ്ഷണലാണ്. ക്യാപ്സിക്കം കുറച്ച് കൂടിപ്പോയി ഞാൻ ആഡ് ചെയ്തത്. കുറച്ച് ആഡ് ചെയ്താൽ മതിയാവും. എന്നിട്ട് നമ്മുടെ ചപ്പാത്തി എടുത്ത് ആ കറിയും കൂട്ടി അങ്ങ് കഴിക്കുക. രസമല്ലേ?